നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപികലൻ. ഇന്നലെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കൂടി. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫല വിശകലനമായിരുന്നു അജണ്ട. ചർച്ചകളിൽ ഏറെ മുഴച്ചു നിന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലമായിരുന്നു. പണ്ടൊക്കെ പാർട്ടി കമ്മിറ്റികൾ കൂടിയിരുന്നത് ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു. ഇന്നിപ്പോൾ ഗ്രീൻ നെറ്റിനുള്ളായതുകൊണ്ട് ചർച്ചകൾ തെറിച്ച് പുറത്തേക്ക് വീണു. മാധ്യമങ്ങൾക്കെല്ലാം അത് കിട്ടി, ഞങ്ങൾക്കും കുറച്ച് കിട്ടി. ദശാബ്ദങ്ങളായി പാർട്ടി കൈയാളിയിരുന്ന കോർപ്പറേഷൻ ഭരണം വെള്ളിത്താലത്തിൽ വെച്ച് BJPക്ക് കൈമാറിയതിനെപ്പറ്റിയായിരുന്നു ചർച്ച മുഴുവൻ. 2020 ആര്യ രാജേന്ദ്രനെ മേയറായി തിരഞ്ഞെടുത്തപ്പോൾ പാർട്ടിക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറെ തിരഞ്ഞെടുത്തപ്പോൾ വലിയൊരു സന്ദേശം ലോകത്തിന് കൈമാറി എന്നുള്ളതായിരുന്നു പാർട്ടി ലക്ഷ്യമാക്കിയത്. പക്ഷേ പാർട്ടിക്ക് സമൂലം തെറ്റി. അവശനോടും ആർത്തനോടും ആലംബഹീനനോടും അനുവാദപൂർവ്വം പെരുമാറേണ്ട അധികാരസ്ഥാനം വഴി തെറ്റിയതാണ് ഇവിടെ കണ്ടത്. അഴിമതിയും അഹങ്കാരവും ആടയഭരണങ്ങളാക്കി മാറ്റിയ മേയർ സിംഹാസനമാണ് ഇവിടെ ജനം കണ്ടത്. ഇതേ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്ന ഗായത്രി ബാബു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉന്നതസ്ഥാനീയരോട് അമിത വിനയവും വിധേയത്വവും കാട്ടി, അതേസമയം പാവങ്ങളുടെ മേൽ അഹങ്കാരവും പുച്ഛവും വാരി വിതറിയ മേയർ. സാധാരണ പാർട്ടിക്കാർക്കും ഒരു വിഭാഗം നേതാക്കന്മാർക്കും ഇത് തിരിഞ്ഞെങ്കിലും ഉന്നത ബന്ധം മേയർക്ക് സംരക്ഷണ കവചമൊരുക്കി. ഇത് പാർട്ടിക്കുണ്ടാക്കിയ നാണക്കേടും നഷ്ടവും വളരെ വലുതായിരുന്നു. ശിരസിൽ തന്നെ ആണിയടിയേറ്റത് ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകളിൽ മുഴച്ചു നിന്നതും ഇതായിരുന്നു. ഒരു ഘട്ടകാലത്ത് എല്ലാവരുടെയും മേയർ ബ്രോയായി മാറിയ VK പ്രശാന്ത് MLAക്ക് വരെ കമ്മിറ്റിയിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നത് ഇതുകൊണ്ടായിരുന്നെന്നാണ് പുറത്തു വന്ന ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. ഫലമോ, മേയറെ തിരഞ്ഞെടുപ്പ് രംഗത്തിറക്കാൻ പോലും പാർട്ടിക്ക് കഴിഞ്ഞില്ല. 4 ആളോട് നന്മയുടെ 4 വാക്ക് പറഞ്ഞും നേതൃത്വത്തെയും അധികാരമേൽപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിനാശമാണ് പാർട്ടിക്ക് തിരുവനന്തപുരത്ത് അനുഭവിക്കേണ്ടി വന്നത്. ഇതിൻ്റെ മറ്റൊരു രൂപമായിരുന്നു കണ്ണൂരിൽ നടന്നത്. PK ശ്രീമതിയും KK ശൈലജയും വളർന്നു വന്ന സമൂഹത്തിന് പാർട്ടി സമ്മാനിച്ച അനന്തരാവകാശിയുടെ ധാർഷ്ട്യമായിരുന്നു അവിടെ ഒരു ജീവനെടുത്തത്. അഴിമതി കയങ്ങളിലേക്ക് മുങ്ങി മുത്തും പവിഴവും പേർക്കാതെ നിസ്വാർത്ഥമായി സമൂഹത്തെ സേവിച്ച നവീൻ ബാബു എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജീവൻ ഒരു മുഴം കയറിൽ കുരുക്കിയത് PV ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നെന്ന് നിയമം ആരോപിക്കുന്നു. തൻ പ്രമാണിത്വത്തിൻ്റെ മത്ത് രക്തത്തിലും മജ്ജയിലും പടർന്ന് അധികാരത്തെ അശ്ലീലമാക്കിയ ദുരന്തമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇത് കണ്ണൂർ വലിയ കോട്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നവീൻ ബാബുവിൻ്റെ ജന്മനാടായ പത്തനംതിട്ടയിലുണ്ടാക്കിയ ക്ഷതം ചെറുതല്ല. 5 MLAമാരുണ്ടായിരുന്ന ജില്ലയാണ് പാർട്ടിക്ക് നിർദാക്ഷിണ്യം പരാജയങ്ങൾ സമ്മാനിച്ചത്. പാർട്ടി പാവങ്ങളുടെ ഒട്ടിയ വയറുമേൽ അധികാര സിംഹാസനം ഉറപ്പിച്ച് അഴിഞ്ഞാടിയതിൻ്റെ കെട്ട കഥകളാണ് ഇത് രണ്ടും ചൂണ്ടിക്കാട്ടുന്നത്. CPM ഒന്നും പുറത്തു കാട്ടിയില്ല, തുടർന്ന് പറഞ്ഞില്ല. എങ്കിലും ഉള്ളിലെ പൊള്ളൽ തിരിച്ചറിഞ്ഞെന്ന് വേണം ഊഹിക്കാൻ. അതാണ് SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീക്ക് അധികാരം നിഷേധിക്കാനിടയായതെന്ന് വേണം കരുതാൻ. അനുശ്രീയെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കാൻ നിയോഗിച്ചപ്പോൾ അടുത്ത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുമെന്ന് എല്ലാവരും കരുതി. ഉറപ്പുള്ള സീറ്റ് തന്നെയായിരുന്നു അനുശ്രീക്ക് പാർട്ടി നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജന്മനാടായ പിണറായി ഡിവിഷൻ തന്നെയായിരുന്നു പാർട്ടി അനുശ്രീക്ക് സമ്മാനിച്ചത്. CPM ഏത് കുറ്റിച്ചൊല്ലിനെ നിർത്തിയാലും ജയിക്കുമെന്നുറപ്പുള്ള ഷുവർ സീറ്റ് അനുശ്രീക്ക് നൽകിയപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഇങ്ങനെ തന്നെ ചിന്തിച്ചെന്ന് വേണം കരുതാൻ. വനിതാ സംവരണമായ വൈസ് പ്രസിഡന്റ് സ്ഥാനം അനുശ്രീക്കെന്നായിരുന്നു അന്നൊക്കെ പുറത്തു പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ 2010 വലിയ തിരിച്ചടി കേരളമാകെ ഉണ്ടായപ്പോൾ പാർട്ടി സംസ്ഥാന നേതൃത്വം പുനർവിചിന്തനം നടത്തിയെന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായ തിരിച്ചടി പക്വതയില്ലമ്മയ്ക്ക് ജനം നൽകിയ സമ്മാനമാണെന്ന തിരിച്ചറിവ് മാറി ചിന്തിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചു. സംസ്ഥാനത്തെ നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് അനുശ്രീയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം തട്ടിയെറിയാൻ ഇടയാക്കിയതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാൽക്കുപ്പിയിൽ നിന്ന് പരിണാമം സംഭവിച്ച് പോലീസിനെ കല്ലെറിയുന്നതല്ല പക്വതയെന്ന സന്ദേശം യുവതയ്ക്ക് നൽകാൻ കൂടി ഇതാകുമെന്ന് ചില ഇടത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പക്വതയുള്ള നേതൃത്വം ജില്ലാ പഞ്ചായത്തിനെ നയിക്കട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. ഭരണപരിചയവും പക്വതയുമുള്ളവരെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തിയില്ലെങ്കിൽ അപകടമാകുമെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ പ്രസിഡന്റായും T ഷബ്നയെ വൈസ് പ്രസിഡന്റായും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. വിവാദങ്ങൾ സൃഷ്ടിച്ച കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു ബിനോയ് കുര്യൻ. ഇരിട്ടി മണക്കടവ് സ്വദേശിയാണ് ഇദ്ദേഹം. മട്ടന്നൂർ PRNS കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ യൂണിയൻ ചെയർമാനായാണ് തുടക്കം. SFI സംസ്ഥാന പ്രസിഡന്റ്, DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. T ഷബ്നയും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. 2005-2010 കാലയളവിൽ കോട്ടയം ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. 2015 മങ്ങാട്ടിടം ഡിവിഷനിൽ നിന്നും ജയിച്ച് സ്ഥിരം സമിതി അധ്യക്ഷയായും പ്രവർത്തിച്ചിട്ടുണ്ട്.
ഇത്തവണ പാട്യം ഡിവിഷനിൽ നിന്നാണ് ഷബ്ന ജയിച്ചത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിൽ വെച്ചാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക.